നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്ന് പരീക്ഷയ്ക്ക് എല്ലാവരും പോകാൻ റെഡിയാണ്. ഈ വീഡിയോ കാണുന്നവരെല്ലാവർക്കും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തു. എനിക്കൊന്ന് എണ്ണം പറഞ്ഞാൽ തീരാത്ത വീഡിയോസ് നമ്മൾ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒരു 150 1 മാർക്ക് ക്വസ്റ്റ്യനും ഈ പ്രോബ്ലംസിൻ്റെ വീഡിയോ എങ്ങനെ എല്ലാ ചാപ്റ്ററും എടുത്ത് എങ്ങനെ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കണം, അങ്ങനെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തു. എല്ലാ കുഞ്ഞുങ്ങളും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയി എല്ലാ ക്വസ്റ്റ്യൻസും എഴുതുക. ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസ് പോലും വിടരുത്. അറിയാമോ അറിയത്തില്ലയോ. ഇപ്പം ഡിലീറ്റഡ് ആയിട്ടൊരു ടോപ്പിക്ക് വന്നു, നമുക്ക് ഡിലീറ്റഡ് ആണോ അൺഡിലീറ്റഡ് ആണോ എന്ന് ചിലർക്ക് അറിയത്തില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ട് എന്തെങ്കിലും എഴുതി വെക്കണം. അതിനൊക്കെ നമുക്ക് ചിലപ്പോൾ മാർക്കുകൾ കിട്ടും, നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർക്കുകളൊക്കെ കിട്ടും. അന്നേരം എല്ലാ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ട് എന്തെങ്കിലും എഴുതി വെക്കണം. ചുമ്മാ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം എഴുതി വെക്കരുത്. അന്നേരം അതിന് കൃത്യമായിട്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അന്നേരം കൃത്യമായിട്ട് എല്ലാം എഴുതുക. എല്ലാം നിങ്ങളുടെ മനസ്സിൽ അന്നേരം കൃത്യമായിട്ട് ഓർമ്മയിൽ വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ട് ഓർമ്മ വരും. നിങ്ങൾക്ക് വേണ്ടി ഒരു മാഷ് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ പോസിറ്റീവ് എനർജി തന്നെയാണ്. അന്നേരം എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് പരീക്ഷ എഴുതട്ടെ, നല്ല ഗംഭീര മാർക്ക് കിട്ടട്ടെ. പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ്സ് എഴുതുക. അടുത്ത മാത്സിനും കെമിസ്ട്രിക്കും ഒക്കെയുള്ള വീഡിയോസ് എല്ലാം റെഡിയാണ്. ഇതുപോലെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. നോട്ട്സും എല്ലാം അടിപൊളിയായിട്ട് പഠിക്കാം. എല്ലാവരും നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. പ്രവർത്തിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്. അടിച്ചു പൊളിക്കുക. നെവർ എവർ ഗിവ് അപ്പ്.